ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സിലോപ്പിയ മപ്പാസ് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മീനിനെ പലയിടത്തും തിലോപ്പിയ എന്നൊക്കെ പറയും. ഇവിടെ ഇതിനെ സിലോപ്പിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മസാല പുരട്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, ഓവറായിട്ട് ഫ്രൈ ആവേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി. അപ്പോൾ ഞാൻ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചെറിയ അളവിലെല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്തതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തോട്ടുപുളി ഒരെണ്ണം എടുത്ത് നാലായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വറ്റി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.